ഹായ് ഫ്രണ്ട്സ്, LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പ്രോഗ്രാമിലേക്കുള്ള ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അതിൽ വ്യക്തമാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 16 വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 15 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയം. ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 16. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ മോഡിഫൈഡ് ആൻഡ് റീ അറേഞ്ച്മെൻറ്റ്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്തെങ്കിലും മാറ്റങ്ങളോ റീ അറേഞ്ച്മെൻറ്റോ ചെയ്യണമെങ്കിൽ ഓഗസ്റ്റ് 18 രാവിലെ 10 മണി വരെ സമയമുണ്ട്. 16 ട്രയൽ വരും, 18 രാവിലെ 10 മണി വരെ സമയം. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 19 അതുപോലെ തന്നെ 19 അലോട്ട്മെൻറ്റ് വഴി കിട്ടിയവർക്ക് ഫീ റെമിറ്റ് ചെയ്യാനും ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള അവസരമുണ്ട്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയവർ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തണം. പിന്നെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിനുള്ള സമയം 20 വരെയാണുള്ളത്. 20 മുതൽ 22 വരെ കൊടുക്കുന്നുണ്ട്. 19 പബ്ലിക്കേഷനും ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതിനുശേഷം ഫീ പേയ്മെൻറ്റ് നടത്താനും അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുള്ള സമയം ഓഗസ്റ്റ് 20 മുതൽ 22 വരെയുണ്ട്. പബ്ലിക്കേഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 24 സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി കിട്ടിയവർ ഫീ പേയ്മെൻറ്റ് നടത്തണം. ഓൾറെഡി ഹയർ ഓപ്ഷൻ ഒന്നും കിട്ടിയവർ വീണ്ടും ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റും ഫീ പേയ്മെൻറ്റിനും ആയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള സമയം ഓഗസ്റ്റ് 24 മുതൽ 29 വരെയുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 30 അതിൽ തേർഡിൽ ആദ്യമായി കിട്ടിയവർ ഫീ പേയ്മെൻറ്റ് നടത്തണം. അതിന് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 3 വരെ സമയമുണ്ട്. പിന്നെ കോളേജ് ജോയിനിങ്ങുള്ള സമയമാണ്. കോളേജ് ജോയിനിങ് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെയാണ്. അതായത് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കോളേജ് ജോയിനിങ്ങിനുള്ള സമയം കൊടുക്കുന്നത്. അതായത് സെപ്റ്റംബർ 6 വരെ കോളേജ് ജോയിനിങ്ങുള്ള സമയമുണ്ട്. ഓഗസ്റ്റ് 31 മുതൽ അതാണ് സെപ്റ്റംബർ 6 വരെ ക്ലാസ് ഒന്നും തുടങ്ങില്ല. സെപ്റ്റംബർ മാസം തന്നെ ക്ലാസ് തുടങ്ങാൻ സാധ്യതയില്ല. ഇനിയും അലോട്ട്മെൻറ്റ് വരാനിരിക്കുന്നുണ്ട്. അപ്പോഴിപ്പോൾ ഏതെങ്കിലും കോളേജസൊക്കെ ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങളിടയ്ക്ക് ക്ലാസ്സിലൊക്കെ പോയി ടൈം പാസ് ആക്കിക്കോളൂ. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് കൺഫേമായി ക്ലാസ് തുടങ്ങിയ ശേഷം മാത്രം നിങ്ങൾ കോളേജിൽ പോകുന്നത് നിർത്തിയാൽ മതി. കാരണം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, നമ്മൾ BSc നഴ്സിങ്ങിന് LBS വഴി ചേരണമെങ്കിൽ TCയും ഡീറ്റെയിൽസും മാർക്ക് ലിസ്റ്റൊക്കെ വേണ്ടേ, അപ്പോൾ കോളേജിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ല, റെഗുലർ അതുപോലുള്ള TCയും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് പഠിക്കാൻ കയറിയെടുത്ത് നിങ്ങൾക്ക് പിന്നീട് പോകാൻ പറ്റില്ല. TC വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പ്രവേശനമില്ല. അതല്ലാതെ മറ്റെന്തെങ്കിലും കോഴ്സസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിവിടെ BSc നഴ്സിങ്ങിൻ്റെ റെഗുലർ ക്ലാസ് തുടങ്ങുന്നവരെ അവിടെ എൻ്റർടൈൻ ചെയ്യാവുന്നതാണ്, എൻജോയ് ചെയ്യാവുന്നതാണ്. എന്തായാലും ക്ലാസ് തുടങ്ങാൻ ലേറ്റ് ആവും.